എല്ലാവർക്കും നമസ്കാരം. ബഡ്ജറ്റിൻ്റെ റിവിഷന് വേണ്ടിയിട്ട് കീ ഫീച്ചേഴ്സ് ഓഫ് ബഡ്ജറ്റ് 2023-24 എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ബഡ്ജറ്റ് ഡിവിഷൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് പബ്ലിഷ് ചെയ്ത ആ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് സമ്മറിയാണ്, അതായത് ബഡ്ജറ്റിൻ്റെ സമ്മറിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്റാണ്. അപ്പോൾ നമുക്ക് അത് റിവൈസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ഡോക്യുമെൻ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വിഷൻ ഫോർ അമൃത് കാൽ. അമൃത് കാൽ എന്ന് പറയുന്നത് 75 വർഷത്തെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് മുതൽ 100 വർഷം വരെയുള്ള ആ 25 വർഷ കാലയളവിനാണ് നമ്മൾ അമൃത് കാൽ എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഫോർ സിറ്റിസൺസ് വിത്ത് ഫോക്കസ് ഓൺ ദി യൂത്തിന്, ചെറുപ്പക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്ന രീതിയിലുള്ള ഫോക്കസ്. ഗ്രോത്ത് ആൻഡ് ജോബ് ക്രിയേഷൻ. സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ മാക്രോ എക്കണോമിക് എൻവയോൺമെൻറ്റ്. ഇപ്പോൾ ഇൻഫ്ലേഷനെ പോലുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് വളരെ സുസ്ഥിരമായ അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മാക്രോ എക്കണോമിക് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള 3 ഒബ്ജക്റ്റീവ്സാണ് വിഷൻ ഫോർ അമൃത് കാൽ എന്ന രീതിയിൽ പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഫോർ സിറ്റിസൺസ്, ഗ്രോത്ത് ആൻഡ് ജോബ് ക്രിയേഷൻ, സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ മാക്രോ എക്കണോമിക് എൻവയോൺമെൻറ്റ്. അതിൽ 7 പ്രയോറിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 7 പ്രയോറിറ്റികളെ കുറിച്ച് പറയുന്ന പേര് സപ്തഋഷി 7 എന്നാണ് പറയുന്നത്. 7 പ്രയോറിറ്റീസ്, സപ്തഋഷി 7 പ്രയോറിറ്റീസ്. സപ്ത എന്ന് പറഞ്ഞാൽ 7, സപ്തഋഷി എന്ന് പറഞ്ഞാൽ 7 പ്രയോറിറ്റീസ്. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്, എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റ്. റീച്ചിങ് ദ ലാസ്റ്റ് മൈൽ, എല്ലാ തരത്തിലുള്ള കണക്ടിവിറ്റിയും, ഏറ്റവും അറ്റത്തെ ഉപഭോക്താക്കൾക്ക് പോലും എല്ലാം എത്തിക്കുന്ന രീതി, എല്ലാ സർവീസസും എത്തിക്കാവുന്ന രീതിയിലുള്ള ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി. യൂത്ത് പവർ, ഫോക്കസ് എന്താണ്? യൂത്ത് പവറിന്, ചെറുപ്പക്കാർക്കുള്ള ജോബ് ക്രിയേഷനും മറ്റുമാണ്. ഫിനാൻഷ്യൽ സെക്ടർ, അപ്പോൾ അമൃത് കാലിൻ്റെ ഒരു പ്രയോറിറ്റി ഫിനാൻഷ്യൽ സെക്ടറാണ്. സ്ട്രെങ്തനിങ് ഓഫ് ഫിനാൻഷ്യൽ സെക്ടർ. ഗ്രീൻ ഗ്രോത്ത്. എന്താണ് ഗ്രീൻ ഗ്രോത്ത്? സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ക്ലീൻ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഗ്രീൻ ഗ്രോത്ത്. അൺലീഷിങ് ദ പൊട്ടൻഷ്യൽ, അതായത് നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സെക്ടറിലെ 40% 50% പൊട്ടൻഷ്യൽ റിട്രീവ് ചെയ്താൽ പോരാ, മുഴുവൻ പൊട്ടൻഷ്യലും ഉപയോഗിക്കുന്ന രീതിയിൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ഫുൾ പൊട്ടൻഷ്യൽ അവൈലബിൾ, അതാണ് അൺലീഷിങ് ദ പൊട്ടൻഷ്യൽ. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഉറപ്പായിട്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ തന്നെ. റോഡ് കണക്ടിവിറ്റി, ബ്രിഡ്ജസ്, പാലം, അങ്ങനെ എല്ലാ രീതിയിലും ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡെവലപ്ഡ് എക്കോണമിക്ക്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്, റീച്ചിങ് ദ ലാസ്റ്റ് മൈൽ, യൂത്ത് പവർ, ഫിനാൻഷ്യൽ സെക്ടർ, ഗ്രീൻ ഗ്രോത്ത്, അൺലീഷിങ് ദ പൊട്ടൻഷ്യൽ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൽ ചോദ്യം വരാൻ സാധ്യതയുള്ളത് സപ്തഋഷി എന്ന 7 പ്രയോറിറ്റികളിൽ ഉൾപ്പെടാത്തത് എന്ന് പറഞ്ഞിട്ട് വരുന്നുകൂടെ, വിച്ച് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ 7 പ്രയോറിറ്റീസ് മെൻഷൻഡ് ഇൻ ദി അമൃത് കാൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറയണം? ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. എന്തൊക്കെയാണ് പേരുകൾ എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം ഏതൊക്കെ ഉൾപ്പെട്ടിട്ടില്ല എന്നറിയണമെങ്കിൽ എല്ലാ ഉൾപ്പെട്ട സാധനങ്ങളും ഒന്ന് നോക്കി വെക്കണം. സബ്കാ സാത്ത് സബ്കാ വികാസ്, ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് കോപ്പറേറ്റീവ്സിൽ ബിൽഡിംഗ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ മണ്ഡി സർവീസസ് കണ്ടില്ലേ, ഫാമേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന പോർട്ടലുകൾ, അതുപോലെ തന്നെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന പോർട്ടലുകൾ, അതുപോലെ റെസീപ്റ്റ്സ്. ഇപ്പോൾ പഞ്ചാബൊക്കെ റെസീപ്റ്റ്സ് കൊടുക്കാൻ തുടങ്ങി, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് വാങ്ങിയതിന് ശേഷം ഉള്ള ഈ റെസീപ്റ്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ബിൽഡിംഗ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. ഹോർട്ടിക്കൾച്ചർ ക്ലീൻ പ്ലാൻ പ്രോഗ്രാം ടു ബി ലോഞ്ച്ഡ്. പിന്നെ സെറ്റിംഗ് അപ്പ് ഓഫ് അഗ്രികൾച്ചർ ആക്സിലറേറ്റർ ഫണ്ട്. ഇത് നമ്മൾ MCQ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. സെറ്റിംഗ് അപ്പ് ഓഫ് ആക്സിലറേറ്റർ അഗ്രികൾച്ചർ ഫണ്ട് ഫോർ എൻകറേജിങ് ഇന്നോവേറ്റീവ് സ്റ്റാർട്ടപ്പ് ഇൻ റൂറൽ ഏരിയാസ്. ടാർഗറ്റഡ് ഫണ്ടിങ് 20 ലക്ഷം കോടി അഗ്രികൾച്ചർ ക്രെഡിറ്റിന്, ആനിമൽ ഹസ്ബൻഡറിക്ക്, അതുപോലെ തന്നെ ഡയറി ഫിഷറി സെക്ടർ. മേക്കിംഗ് ഇന്ത്യ ഗ്ലോബൽ ഹബ് ഫോർ മില്ലറ്റ്സ്. ശ്രീ അന്ന എന്ന് പറയുന്നത് എന്ത് തരം സ്കീമാണ്? മില്ലറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ഏത് വർഷമാണ്? 2023. സെറ്റിംഗ് അപ്പ് ഓഫ് വൈഡ്ലി അവൈലബിൾ സ്റ്റോറേജ് കപ്പാസിറ്റി. അപ്പോൾ അഗ്രികൾച്ചറിനും കോപ്പറേറ്റീവ്സിനും ഊന്നൽ എവിടെയാണ് നൽകുന്നത്? ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ടാർഗറ്റഡ് ഫണ്ടിങ്ങിൻ്റെ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ. സെറ്റിംഗ് അപ്പ് ഓഫ് അഗ്രികൾച്ചർ ആക്സിലറേറ്റർ ഫണ്ട് അതുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ മില്ലറ്റ്സിന് ഒരു ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് 2023. അതുകൊണ്ട് തന്നെ മേക്കിംഗ് ഇന്ത്യ ഗ്ലോബൽ ഹബ് ഫോർ മില്ലറ്റ്സ്. സെറ്റിംഗ് അപ്പ് ഓഫ് വൈഡ്ലി അവൈലബിൾ സ്റ്റോറേജ് കപ്പാസിറ്റി. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പെരിഷബിൾ ഗുഡ്സൊക്കെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് കോൾഡ് സ്റ്റോറേജുകളൊക്കെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എക്വയർ ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്ന സ്റ്റോറേജ് കപ്പാസിറ്റിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എഫിഷ്യൻ്റായിട്ട് ഈ പറയുന്ന അഗ്രികൾച്ചർ പ്രൊഡ്യൂസിൻ്റെ ഹാർവെസ്റ്റിന് ശേഷമുള്ള മാർക്കറ്റിങ്ങും സ്റ്റോറേജും വിൽപ്പനയൊക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? സ്റ്റോറേജ് കപ്പാസിറ്റി ആവശ്യമാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ്, ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്. എന്തൊക്കെയാണ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്? എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് 157 ന്യൂ നഴ്സിംഗ് കോളേജസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സിക്കിൾ സെൽ അനീമിയയുടെ എലിമിനേഷൻ്റെ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത്. ന്യൂ പ്രോഗ്രാം ടു പ്രൊമോട്ട് റിസർച്ച് ഇൻ ഫാർമസ്യൂട്ടിക്കൽസിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ജോയിൻറ്റ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് മെഡിക്കൽ റിസർച്ച് ടു എൻകറേജ് ബൈ സെലക്ട് ICMR ലാബ്സ്. അപ്പോൾ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും എഡ്യൂക്കേഷൻ സ്കില്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് റിവാംപ്ഡ് ടീച്ചേഴ്സ് ട്രെയിനിങ് വയ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എഡ്യൂക്കേഷണൽ ട്രെയിനിങ്. നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ടു ബി സെറ്റപ്പ് ഫോർ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്. സ്റ്റേറ്റ് വിൽ ബി എൻകറേജ് ടു സെറ്റപ്പ് ഫിസിക്കൽ ലൈബ്രറീസ് അറ്റ്
പഞ്ചായത്ത് ആൻഡ് വാർഡ് ലെവൽസ്. റിവാംപ്ഡ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഉണ്ട്. ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് നടക്കുന്നുണ്ട്. നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ദ ബിഗ് ടെൻറ്റ് ആൻഡ് ദാറ്റ് അക്കോമഡേറ്റ്സ് ഓൾ. ദ ബിഗ് ടെൻറ്റ് ദാറ്റ് അക്കോമഡേറ്റ്സ് ഓൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടെൻറ്റ്, അത് ഒരു അംബ്രല്ല പോലെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് 9 കോടി ഡ്രിങ്കിങ് വാട്ടർ കണക്ഷൻസ് റൂറൽ ഹൗസ് ഹോൾഡിൽ. ക്യാഷ് ട്രാൻസ്ഫർ ഓഫ് 2.2 lakh crore ഓവർ 11.4 crore ഫാമേഴ്സ് അണ്ടർ PM കിസാൻ. PM കിസാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കീമാണ്. കാരണം കോവിഡ് സമയത്ത് ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്ത സ്കീമുകളിലൊന്നാണ് PM കിസാൻ. മറ്റൊന്നാണ് ഗരീബ് കല്യാൺ യോജന എന്ന് പറയുന്നത്. ഇൻഷുറൻസ് കവർ ഫോർ 44.6 crore പേഴ്സൺസ് അണ്ടർ PMSBY. PMSBY എന്താണ്? പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. PMJJBY പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന അല്ലേ. 11.7 crore ഹൗസ് ഹോൾഡ് ടോയ്ലറ്റ്സ് കൺസ്ട്രക്റ്റഡ് അണ്ടർ SBM സ്വച്ഛ് ഭാരത് മിഷൻ. 9.6 crore LPG കണക്ഷൻസ് അണ്ടർ ഉജ്ജ്വല. 220 crore കോവിഡ് വാക്സിൻസ് ഓഫ് 102 crore പേഴ്സൺസ്. അപ്പോൾ ഇത്രയധികം ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റിൽ പറയുന്ന അച്ചീവ് ചെയ്ത മൈൽ സ്റ്റോൺസ് ആണ് പറയുന്നത്. റീച്ചിങ് ദ ലാസ്റ്റ് മൈൽ, എല്ലാവരും ഒരുമിച്ച് ഏറ്റവും ദൂരെയുള്ള ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് പോലെയുള്ള സ്ഥലങ്ങൾ, ഏറ്റവും ഗ്രാമപ്രദേശങ്ങളെ പോലും എല്ലാവരെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് റീച്ചിങ് ദ ലാസ്റ്റ് മൈൽ. പ്രധാനമന്ത്രി PVTG ഡെവലപ്മെൻറ്റ് മിഷൻ ടു ബി ലോഞ്ച്ഡ്. പർട്ടിക്കുലർ വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പാണ് PVTG എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ബി ഗിവൺ ഫോർ സസ്റ്റൈനബിൾ മൈക്രോ ഇറിഗേഷൻ ഇൻ ഡ്രോട്ട് പ്രോൺ ഏരിയാസ് ഓഫ് കർണാടക. മോർ ടീച്ചേഴ്സ് ടു ബി റിക്രൂട്ടഡ് ഫോർ 740 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾസ്. അതൊക്കെയാണ് ഈ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റിൽ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിയായി ബന്ധപ്പെട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻക്രീസ്ഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ ബൈ 33.4 lakhs to 10 lakh crore. അതായത് 33.4% ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തു. Continuation of 50-year interest-free loan to state governments to incentivize infrastructure investments. Highest ever capital outlay for 2.4 lakh crore for railways. 2.4 ലക്ഷം കോടിയാണ് റെയിൽവേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. 100 ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഐഡൻറ്റിഫൈഡ് ഫോർ end-to-end connectivity for ports, coal, steel, fertilizers, etc. Unleashing the potential trust-based governments എന്തൊക്കെയാണ്? മേക്ക് AI in India, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നാഷണൽ ഡാറ്റ ഗവർണൻസ് പോളിസി, വിവാദ് സെ വിശ്വാസ്, ലെസ് ദാൻ സ്ട്രിഞ്ചൻറ്റ് കോൺട്രാക്ട് എക്സിക്യൂഷൻ ഫോർ MSME ആയി ബന്ധപ്പെട്ടുള്ള വിവാദ് സെ വിശ്വാസ്. അതുപോലെ കോഡ്സ് ടു ബി ലോഞ്ച്ഡ്, അതായത് ഡിജിറ്റലായിട്ടുള്ള കോഡ്സ്. എൻറ്റിറ്റി ഡിജി ലോക്കർ, അതായത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൂക്ഷിക്കുന്ന ഡിജി ലോക്കർ. സെറ്റിംഗ് അപ്പ് ഓഫ് 100 labs ഫോർ 5G സർവീസ് ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ലാബുകളാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്? 100 labs ഫോർ 5G. സെറ്റിംഗ് അപ്പ് ഓഫ് 100 labs ഫോർ 5G സർവീസസ്. R&D ലാബ് ഫോർ ലാബ് ഗ്രോൺ ഡയമണ്ട്സ്. ഇപ്പോൾ പുതിയൊരു കാര്യമാണ് ലാബ് ഗ്രോൺ ഡയമണ്ട്സ്. അപ്പോൾ അതിന് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഗ്രാൻഡ് ഫോർ ലാബ് ഗ്രോൺ ഡയമണ്ട്സ്. ഗ്രീൻ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് മിസ്റ്റി എന്ന് പറഞ്ഞൊരു സ്കീം ഇമ്പോർട്ടൻ്റ് ആണ്. മിസ്റ്റി ടു ബി ടേക്കൺ അപ്പ് ഫോർ മാംഗ്രൂവ് പ്ലാന്റേഷൻ അമംഗ് ദ കോസ്റ്റ് ലൈൻ. അമൃത് ധരോഹർ ടു ബി ഇംപ്ലിമെൻറ്റ് ഫോർ ഒപ്റ്റിമൽ യൂസ് ഓഫ് വെറ്റ്ലാൻഡ്സ്. അപ്പോൾ മിസ്റ്റി എന്ന് പറഞ്ഞ സ്കീം എന്തുമായി ബന്ധപ്പെട്ടതാണ്? മിസ്റ്റി എന്ന് പറഞ്ഞ സ്കീം മാംഗ്രൂവ് പ്ലാന്റേഷൻ, കണ്ടൽക്കാടുകളുടെ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട, അതായത് ഈ പറഞ്ഞ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്കീമാണ് മിസ്റ്റി. സസ്റ്റൈനബിൾ എക്കോ സിസ്റ്റം ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. പിന്നെ PM പ്രണാം ടു ബി ലോഞ്ച്ഡ്. വിൽ ഇൻസെൻറ്റിവൈസ് സ്റ്റേറ്റ് യൂട്ടിസ് ടു പ്രൊമോട്ട് യൂസേജ് ഓഫ് ആൾട്ടർനേറ്റീവ് ഫെർട്ടിലൈസേഴ്സ്. അതായത് കുറേയും കൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസിന് വേണ്ടിയിട്ട് PM പ്രണാം എന്ന് പറഞ്ഞ സ്കീം. എന്തിനാണ്? ടു ഇൻസെൻറ്റിവൈസ് സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും മറ്റ് ആൾട്ടർനേറ്റീവ് ഫെർട്ടിലൈസറുകൾ, ഇപ്പോൾ മറ്റ് വളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോഷന് വേണ്ടി. 500 ന്യൂ വേസ്റ്റ് ടു വെൽത്ത് പ്ലാൻസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ഗോബർധൻ സ്കീം ഫോർ പ്രൊമോട്ടിംഗ് സർക്കുലർ എക്കോണമി. അത് റീസൈക്കിൾ ചെയ്യുന്ന കാര്യമാണ് സർക്കുലർ എക്കോണമിയുമായി ബന്ധപ്പെട്ടുള്ളത്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അത് വേസ്റ്റായി പോകാതെ തന്നെ അത് റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ 500 ന്യൂ വേസ്റ്റ് ടു വെൽത്ത്, അപ്പോൾ വേസ്റ്റ് നിന്ന് വെൽത്തിലേക്ക് എന്ന് പറയുന്നത് റീസൈക്കിൾ എക്കോണമിയുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ അമൃത് പീതി യൂത്ത് പവർ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ സ്കില്ലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അമൃത് പീതി യൂത്ത് പവർ. യൂത്ത് പവറിനെ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും ജോബ് ക്രിയേഷനും സ്കില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ ഫിനാൻഷ്യൽ സെക്ടർ, സെറ്റിംഗ് അപ്പ് ഓഫ് നാഷണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ രജിസ്ട്രിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നാഷണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ രജിസ്ട്രി എന്ന് പറയുന്നത് ബാങ്കിലെ ലോൺ കൊടുക്കുന്നതും അതിൻ്റെ എഫിഷ്യൻസിയൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു സെൻട്രൽ ഡാറ്റാബേസ് ക്രിയേഷനുമായി ബന്ധപ്പെട്ടാണ് നാഷണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ രജിസ്ട്രി എന്ന് പറയുന്നത്. മഹിളാ സമ്മാൻ ബച്ചത് പത്ര എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. 1 time ന്യൂ സ്മോൾ സേവിംഗ് സ്കീം ഫോർ എ 2-year പീരീഡ് വിത്ത് എ ഡെപ്പോസിറ്റ് ഫെസിലിറ്റി ഓഫ് അപ് ടു 2 lakh ഫോർ വുമൺ. പുതിയതാണ്. പിന്നെ സീനിയർ സിറ്റിസന് 15 ലക്ഷം വരെയായിരുന്നു ഈ പറയുന്ന എൻഹാൻസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ കൊടുക്കുന്ന ലോണുകൾ. അത് ഡെപ്പോസിറ്റ് റേറ്റാണ്, ലോണല്ല. 15 ലക്ഷം വരെയാണ് സീനിയർ സിറ്റിസന് ഈ പറയുന്ന കുറേയും കൂടെ ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ 8% ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ കൊടുത്തിരുന്നത്. അത് 30 ലക്ഷമാക്കി മാറ്റി. 30 ലക്ഷത്തിനും അതേ ഇൻട്രസ്റ്റ് റേറ്റ്സ് കിട്ടും.
പിന്നെ ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പണത്തിൻ്റെ വ്യക്തമായ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ കടങ്ങളും അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറൊക്കെ മാനേജ് ചെയ്യുന്നൊരു ഫിസ്ക്കൽ കൺസോൾട്ടേഷനുമായി ബന്ധപ്പെട്ടതാണ്. 50 ഇയർ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് ടു സ്റ്റേറ്റ്സ്, 50 വർഷത്തെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോൺ കൊടുക്കുകയാണ് സ്റ്റേറ്റ്സിന്. എന്തിനാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റുപ്പി കംസ് ഫ്രം എന്തൊക്കെയാണ് റവന്യൂ സോഴ്സസ് എന്നാണ്. ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് 34%, ഇൻകം ടാക്സ് 15%, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി 7%, കോർപ്പറേഷൻ ടാക്സ് 15%, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 17%, നോൺ ടാക്സ് റെസിപ്റ്റ്സ് 6%, കസ്റ്റംസ് 4%. അപ്പം ഇൻകം ടാക്സിന് 15%, ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസിന് 34%. റുപ്പി കംസ് ഫ്രം അതായത് റെസിപ്റ്റ്സിനെ കുറിച്ച് പറയുന്നത്. റുപ്പി ഗോസ് ടു എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സിനാണ് ഏറ്റവും കൂടുതൽ പൈസ എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിനുള്ളത്, 20% ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സിന്. ഏറ്റവും കുറവുള്ളത് പെൻഷൻസിനാണ് 4%, അതർ എക്സ്പെൻഡിച്ചർ 8%, സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് 18%, സെൻട്രൽ സെക്ടർ സ്കീംസ് അതായത് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ഫണ്ട് ചെയ്യുന്ന, സെൻട്രൽ ഗവൺമെൻറ് മാത്രം ഫണ്ട് ചെയ്യുന്ന സ്കീംസാണ് സെൻട്രൽ സെക്ടർ സ്കീംസ്, അതിന് 17%, ഡിഫൻസിന് 8%, സബ്സിഡികൾക്ക് 7%, ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അലോക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ഹൈവേസിന് 2.70, ഏറ്റവും കൂടുതൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിനാണ് കൊടുത്തിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് 1.96, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന് 1.25 ലക്ഷം കോടിയാണ്. അലോക്കേഷൻ ടു മേജർ സ്കീംസിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എത്രയാണ്? 1250. പണ്ട് 100 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 1250 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. ജൽ ജീവൻ മിഷനിൽ 60,000 എന്നുള്ളത് 70,000 ആക്കിയിട്ടുണ്ട്. ഏകലവ്യ റെസിഡൻഷ്യൽ മോഡൽ സ്കൂൾസിന് 2,000 ആയിരുന്നു 2022-23 ബഡ്ജറ്റിൽ, ഇത്തവണ 5,943 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജനക്ക് 48,000 ആയിരുന്നു, ഇപ്പോൾ 79,590 കോടിയാണ്. ഫാസ്റ്റർ അഡോപ്ഷൻ ഓഫ് മാനുഫാക്ചറിങ് ഓഫ് EVs എന്ന് പറയുന്ന ഫെയിം എന്ന് ഉദ്ദേശിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ മൊബിലിറ്റിയായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ വർഷം 2,908 ഇത്തവണ 5,172 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ കൂടുതലാണ്. നോർത്ത് ഈസ്റ്റ് സ്പെഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, നോർത്ത് ഈസ്റ്റിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൽ 1,419 2,491 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ കൊടുത്തിട്ടുണ്ട്, അതിന് ഈ പറഞ്ഞ കണക്കുകൾക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഇതാണ് നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഒരു ഓവറൽ അല്ലെങ്കിൽ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇതിൻ്റെ MCQ കൂടെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായി നമുക്ക് നോക്കാം. ബഡ്ജറ്റിൽ MCQ കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആരാണ്? നിർമ്മല സീതാരാമനാണ് യൂണിയൻ ബഡ്ജറ്റിൽ പാർലമെൻറ്റിൽ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്, അല്ലേ? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് നിർമ്മല സീതാരാമൻ. ഡാഷ് ഡിപ്പാർട്ട്മെൻറ്റാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നോഡൽ ബോഡി. ഏതാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നോഡൽ ബോഡി. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് AFS എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ബഡ്ജറ്റ് എന്ന് നേരിട്ട് പറയുന്നില്ല, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. അപ്പോൾ അത് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 112. മണി ബില്ല് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടാണ്? 110 മണി ബില്ല്, 112 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ശ്രീ അന്ന എന്ന് പറഞ്ഞ ബഡ്ജറ്റിലെ ഈ സ്കീം എന്നുമായി ഏത് ധാന്യവുമായി ബന്ധപ്പെട്ടാണ്? മില്ലറ്റാണ്. നമുക്കറിയാം 2023 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ്. ശ്രീ അന്ന എന്ന് ബഡ്ജറ്റിൽ പറയുന്ന ധാന്യം മില്ലറ്റാണ്. മില്ലറ്റിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടതാണ്. 5 സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ ലക്ഷ്യം വെക്കുന്ന വർഷം 2047. സിക്കിൾ സെൽ അനീമിയ ടു ബി ഇറാഡിക്കേറ്റഡ് ഓർ എലിമിനേറ്റഡ് ഫ്രം ഇന്ത്യ. ദ ടാർഗറ്റഡ് ഇയർ ഈസ് 2047. PVTG എന്നത് ഏത് വിഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്? ട്രൈബൽ ഗ്രൂപ്പിന്, ഗോത്രവർഗ്ഗക്കാരെയാണ്. പർട്ടിക്കുലർലി പ്രിമിറ്റീവ് വണറബിൾ ട്രൈബൽ ഗ്രൂപ്പിനെയാണ് ഈ ഗോത്രവർഗ്ഗക്കാർ, ട്രൈബൽ ഗ്രൂപ്പാണ് PVTG. 7 ഇന്ത്യൻ റെയിൽവേക്ക് അനുവദിച്ച ബഡ്ജറ്റിലെ തുക നമ്മളതിൽ പറഞ്ഞാണ്, മെയിൻ ഡോക്യുമെൻറ്റിൽ പറഞ്ഞാണ് 2.4 ലക്ഷം കോടി. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എത്രയാണ്? 19,700 കോടിയാണ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത്. PM പ്രണാം സ്കീം എന്തുമായി ബന്ധപ്പെട്ടതാണ്? കെമിക്കൽ ഫെർട്ടിലൈസർ റിഡക്ഷനുമായി ബന്ധപ്പെട്ടാണ്. കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ ഉപയോഗം മനസ്സിലായില്ലേ? സ്റ്റേറ്റ്സിനെയും UTസിനെയൊക്കെ മറ്റ് ആൾട്ടർനേറ്റീവായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന സ്കീമാണ് PM പ്രണാം സ്കീം. മിഷ്ടി നമ്മൾ പറഞ്ഞാണ് ഡോക്യുമെൻറ്റിൽ. മിഷ്ടി എന്നത് എന്തുമായി ബന്ധപ്പെട്ട സ്കീമാണ്? മാംഗ്രൂവ് കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്കീമാണ്. 7 ലക്ഷം വരെയാണ് വാർഷിക വരുമാനമെങ്കിൽ നികുതി നിരക്ക് 0ആണ്. 7 ലക്ഷം വരെ പുതിയ ടാക്സ് റേറ്റിൽ നികുതിയില്ല എന്ന്, വരുമാനത്തിൽ നികുതിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതാണൊരു MCQ കൂടെ നമ്മൾ ചെയ്ത് കുറച്ചും കൂടെ ആ പറയുന്ന ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ കൺസോളിഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ MCQ കൂടെ പോർഷൻ തീർന്നത്. എല്ലാവർക്കും എഫക്റ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.